യെസ് ഐ ആം മിസ്റ്റർ അജി ജോയ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ക്ലിനിക്കൽ അറിയില്ല പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് വന്ന് പറയൂ, അമ്മ തുറന്നു പറയൂ. എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. പ്രശ്നമെന്ന് പറഞ്ഞാലേ, ഒരു കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് യാതൊരു പണിയെടുക്കൂല. ആര്? ഓക്കെ 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 ഓക്കെ, പണിയെടുക്കില്ല, അതാണ് പ്രശ്നം അല്ലേ? അപ്പോൾ നമുക്ക് ഇതെന്താണ് റീത്ത? ശരിക്കും ആരെക്കൊണ്ടാണ് പ്രശ്നം? പ്രശ്നം ഇവരെ കൊണ്ട് തന്നെയാണ്, എന്നെ കൊണ്ടൊരു കുഴപ്പമില്ല. ഓക്കെ മാം, കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ മോളുടെ പ്രശ്നം എന്തായിരുന്നു? വീട്ടു ജോലി. ആന്നേ, വീട്ടു ജോലി എന്ന് കേൾക്കുമ്പോൾ അതിലുള്ളിലൊരു പെടപ്പാണ്. അത് നമുക്ക് ശരിയാക്കി എടുക്കാം, അതിനുള്ള ഞാനിവിടെ ഇരിക്കണേ. അപ്പോൾ വീട്ടിലെ പണികൾ ഒരു ജോലിയായിട്ട് കാണുമ്പോഴല്ലേ പ്രശ്നമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മളൊരു വീട്ടിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് അതൊരു കർമ്മമായിട്ട് ചെയ്യണം. എന്ത് ശരിയല്ലേ? അപ്പോൾ ഈ ആഴ്ച എന്ത് ചെയ്യണം? ഈ ആഴ്ച ഫുള്ളായിട്ട് ഇത് കർമ്മമായിട്ടാണ് പോട്ടെ. അടുത്ത ആഴ്ച വേറൊരു സാധനം തരാം. അത് നല്ല ബുദ്ധിയാണ്. അപ്പോൾ ഈ കർമ്മമായിട്ട് ഈ ഒരാഴ്ച പോട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ. ആ അമ്മമ്മേ, എന്തൊക്കെ വിശേഷങ്ങൾ? നീയാ സുഖമായിട്ട് പോണേ. നമ്മുടെ പൊടിക്ക എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റില്ലേ? ഓ പിന്നെ ഏറ്റി ഒക്കെ ഓക്കെ ആയില്ലേ? അതാ ഞാൻ പറഞ്ഞത്. തിരക്കങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഞാനും അവരും കൂടി അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അത് ഞങ്ങളങ്ങോട്ട് വന്നിട്ട് പറയാടാ, ഞാൻ ഉദ്ദേശിച്ച് പോരാഞ്ഞിട്ടേ കാശ് കൊടുത്ത് ഇറക്കിയതാണ് ആളെ ഉപദേശിക്കാൻ. അതെ, കൗൺസിലർ പറഞ്ഞത് കേട്ടല്ല. അതേപോലെ നമ്മൾ കർമ്മത്തിന്റെ പേരിലെങ്കിലും എൻ്റെ പൊന്നു മോള് പുണ്യം കിട്ടും അല്ലേ മാമി? ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് എടുക്കും. വീട്ടുജോലിയായിട്ട് കാണണ്ട, പ്രശ്നം കഴിഞ്ഞില്ലേ? അതാണ് ഞാനും ഇപ്പം ആലോചിക്കണത്. എനിക്കിപ്പോൾ തൽക്കാലം പുണ്യം വേണ്ട. നിങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ പുണ്യത്തിന് വേണ്ടി നടക്കണ ആൾക്കാർ. ഒരു മണി കർമ്മങ്ങൾ മുഴുവനും നിങ്ങൾ അങ്ങോട്ട് ചെയ്യും. മാവക്ക് പുണ്യം വേണോ? 2-3 കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്താൽ പുണ്യം കിട്ടും. അപ്പം നാളെ തുടങ്ങി വീട്ടിലെല്ലാ കർമ്മങ്ങളും ചേട്ടൻ അങ്ങോട്ട് ചെയ്തോ. അയ്യോ, അതിങ്ങനെ ശരിയാവും? എനിക്ക് ജോലിക്ക് വേണ്ടേ? വീട്ടു ജോലിയും അവിടുത്തെ ജോലിയും എല്ലാം കൂടി എനിക്ക് പാടാവൂലേ? അയ്യോ ചേട്ടൻ വീട്ടു ജോലിയൊന്നും എടുക്കണ്ട. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഒരു ഗൃഹനാഥൻ ചെയ്യണം കർമ്മമായിട്ട് കണ്ടാൽ മതി. മാമേ, രാളാമൻ ടീച്ചറെ കടയിൽ പോയിട്ടേ ഒരു 1 കിലോ പഞ്ചസാരയും 1/2 കിലോ ചായപ്പൊടി മേടിച്ചിട്ട് തരുമോ? ഞാനാ? ഒരു കർമ്മമായിട്ട് കണ്ടാൽ മതി, പുണ്യം വേണ്ടേ? പണി പാളിയാ. അമ്മാവ വന്നാ? കർമ്മങ്ങളൊക്കെ ഒതുക്കിട്ടേ വേഗം വാ. ഇന്ന് പുതിയൊരു സീരിയൽ തുടങ്ങുന്നുണ്ട്. ഒരു കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ കഥ. സ്ത്രീ കുടുംബത്തിന്റെ വിളക്ക്. ആണാ? അത് ഞാനിതൊക്കെ ഒതുക്കി വെച്ചോണ്ട് വരാട്ടാ. ജിൻസ എവിടെ പോയി? ചേട്ടനെ ബാത്റൂമിൽ കുറച്ച് കർമ്മങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു, അത് ചെയ്യണേ. അവരും വിളിച്ചോണ്ട് വരാ. എന്താടാ? നോക്കിയിറങ്ങും സ്റ്റെപ്പാണ് എന്നെ ഉണ്ടാവുള്ളൂ. ഈ കർമ്മത്തിന്റെ പേരും പറഞ്ഞ് നമ്മളെയും കൊണ്ട് അവള് പണിയെടുപ്പിച്ചിട്ട് അവള് ഇരിക്കണുണ്ടാവുള്ളു. അവൾക്കിനി പുണ്യം വേണ്ടെന്ന്. പുണ്യം വേണ്ട, പൂരാ കൊടുക്കായല്ല. മുന്നത്തേലും കഷ്ടമായി പോയല്ലോ. നമുക്ക് അയാളൊന്ന് വിളിച്ചാലാ? വിളിക്ക്, എന്താണ് ഇങ്ങനെ ചെയ്യണേന്ന് അറിയാല. വേറെ വല്ല പ്രതീതി ഉണ്ടാ നോക്കട്ടെ. വീഡിയോ കോൾ തന്നെ ആയിക്കോട്ടെ, കാര്യങ്ങൾ കണ്ടു പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. റിങ്ങുണ്ട്. ഹായ്. ഹലോ. ഹലോ, ആരാണ്? അജി സാറിന്റെ ഭാര്യ. അജി സാറുണ്ടാ? സാറ് വർക്കിലാണല്ലോ. വർക്കിലാണോ? അയ്യോ, എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനായിരുന്നു. ഇല്ല, കുഴപ്പമില്ല.